ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ വിക്ടർ റേസിന്റെ ബേസ് LXI വേരിയന്റ് ആണ്. റീസെന്റ് നമ്മൾ VXI വേരിയന്റിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് LXI വേരിയന്റിന്റെ വീഡിയോ ചെയ്യാനാണ്. കാരണം മാനുവൽ നോക്കുന്നവർക്ക് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് വിക്ടർ റേസിലെ ഈ LXI വേരിയന്റ് ആണ്. നമ്മൾ VXI വേരിയന്റിൽ വിക്ടോറിയസ് എന്നാണ് പറഞ്ഞിരുന്നത്. ശരിക്കും അതിന്റെ പ്രൊനൗൺസിയേഷൻ വിക്ടറീസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. വിക്ടറീസ് LXI വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ LXI ആൻഡ് VXI എക്സാക്ട് സിമിലർ ലുക്കാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു മാനുവൽ വേരിയന്റ് ആണ് നോക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും LXI വേരിയന്റ് എടുത്തിട്ട് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ചെയ്താൽ മതിയാകും. അപ്പോൾ എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്യേണ്ടതെന്ന് കൂടി നമുക്ക് നോക്കാം. അതിന് എത്ര രൂപ കോസ്റ്റ് വരുമെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് തന്നെ പറയാം. ഈ വാഹനം ഈ വൈറ്റ് കളറൊക്കെ കണ്ടു കഴിഞ്ഞാൽ എവിടെയൊക്കെയോ നമുക്ക് ആ വോക്സ്വാഗൺ ടച്ച് ചെയ്യുന്നതിനകത്ത് എന്താണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് കാരണം ഫ്രണ്ടിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ആ ഒരു ക്രോം ലൈൻ തന്നെയാണ്. മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ VXIയിൽ കണ്ട എക്സാക്ട് സിമിലർ ഫീച്ചേഴ്സ് ആണ് ഫ്രണ്ടിൽ നിന്ന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഹെഡ്ലൈറ്റ്, പ്രൊജക്ടഡ് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹാലജൻ ആണ്, ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റ് കാണാം, അതും ഹാലജൻ. അതിനോട് ചേർന്ന് ഇൻഡിക്കേറ്റേഴ്സ് ഫുൾ ഹാലജൻ യൂണിറ്റ് ആണ് വരുന്നത്. ടോപ്പിൽ നമുക്ക് ആ 3 ഡോട്ടുകളായിട്ട് അല്ലെങ്കിൽ 4 ഡോട്ടുകളായിട്ട് ആ ഒരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ക്രോം ലൈൻ തന്നെ ഫ്രണ്ടിൽ കൂടെ പോയി നമുക്ക് അപ്പുറത്തെ ഹെഡ്ലൈറ്റിൽ എൻഡപ്പ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നടുക്ക് സുസ്കിയുടെ ഒരു വലിയ ലോഗോ കാണാം. താഴേക്ക് വന്നാൽ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഷോറൂമിൽ ചെയ്യുമ്പോൾ പ്രൊജക്റ്റഡ് LED ഫോഗ് ലൈറ്റുകളാണ് നമുക്ക് ലഭിക്കുക. ഫ്രണ്ടിൽ നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സ്കിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നുണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഫ്രണ്ടിൽ നിന്ന് ലുക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് ന്യൂ ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ VXI വേരിയൻ്റായിട്ടുള്ള മെയിൻ ഡിഫറൻസ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. മിറേഴ്സ് നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലും ഡോർ ഹാൻഡിൽസും നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. ഈ രണ്ടും നമുക്ക് ബോഡി കളറിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് 2500 തൊട്ട് 3000 രൂപ വരെ അടുത്താണ് കോസ്റ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ വീൽ സൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 17 ഇഞ്ച് വീൽസ് സ്റ്റാൻഡേർഡ് ആയിട്ട് ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ കൊടുത്തിരിക്കുന്നു. 215 60R17 ടോപ്പ് എൻഡ് വരെ സിമിലർ ടയർ സൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് ബേസ് വേരിയന്റ് മേടിച്ച അലോയ്സ് നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ടയേഴ്സ് മാറ്റുന്നതായിട്ട് വരുന്നില്ല. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. വശങ്ങളിൽ ഈ വൈറ്റ് വണ്ടിക്ക് ചുറ്റുപുറം ഒരു ബ്ലാക്ക് ക്ലാഡിങ് വലിപ്പമുള്ള രീതിയിൽ തന്നെ പോകുന്നത് കാണാം. അതൊരു SUV ലുക്ക് തരാനായിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ആണെങ്കിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസറിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. റൂഫ് റെയിൽസ് ഈ വേരിയന്റിൽ വരുന്നില്ല. ബാക്കിൽ ഷാർഫിൻ ആൻറ്റിന കാണാം. ബാക്കിലേക്ക് വരുമ്പോഴും ഈ ഒരു പോർഷൻ നമുക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് LXI ആൻഡ് VXIയിൽ കൊടുത്തിരിക്കുന്നത്. അത് ഗ്ലോസി ബ്ലാക്കിലാണ് ZX ആൻഡ് ZXI പ്ലസിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഐദർ ഗ്ലോസി ബ്ലാക്കിലേക്ക് സ്റ്റിക്കർ വർക്ക് ചെയ്യുകയോ പെയിൻറ്റിങ് ചെയ്താലും കാണാൻ നല്ല ഭംഗിയായിട്ട് അത് നിലനിൽക്കും. ബാക്കിലേക്ക് വരുമ്പോഴാണ് മറ്റൊരു മെയിൻ ഡിഫറൻസ് വരുന്നത്. ബാക്കിൽ LXI വരുന്നില്ല, കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല. ഇപ്പോൾ ഫ്രോങ്സിലൊക്കെ നമുക്ക് ഡെൽറ്റ പ്ലസ് വേരിയന്റ് വരെ കണക്റ്റഡ് ടെയിൽ ലൈറ്റ് വരുന്നില്ല. അത് നമുക്കിപ്പോൾ പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് തോന്നുന്നു ഒരു 10-10000 രൂപ താഴെ ബഡ്ജറ്റിന് ആ കണക്റ്റഡ് ടെയിൽ ലൈറ്റും അധികം താമസമില്ലാണ്ട് ആക്സസറി മാർക്കറ്റിൽ വരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VXI വേരിയന്റ് സിമിലർ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. മറ്റു കാര്യങ്ങളെല്ലാം VXI വേരിയന്റിന്റെ കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഡിസൈൻ തന്നെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ ഡീഫോഗറുള്ള ഗ്ലാസ്സുകളാണ്. വൈപ്പർ വാഷറും തന്നെ വരുന്നില്ല. ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അത് തന്നെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. അതിന് താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ബേസ് വേരിയന്റിൽ സ്മാർട്ട് ഹൈബ്രിഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിക്ടോറിയസിന്റെ ബാഡ്ജിങ് കാണാം. വേറെ പ്രത്യേകിച്ച് വേരിയന്റിന്റെ ബാഡ്ജിങ് ഒന്നും തന്നെ ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സ് ലൈറ്റ് ഇവിടെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിനുള്ള റിഫ്ലക്ടർ പ്ലസ് റിവേഴ്സ് ലൈറ്റ് എന്നുള്ള രീതിയിൽ 2 വശം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സും ബേസ് വേരിയന്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ ബാക്കിലും നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷിൽ സിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്തുക. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ബേസ് വേരിയന്റിലും കൊടുത്തിട്ടുണ്ട്. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിപ്പമുള്ള വലിയ ബൂട്ടുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബൂട്ട് സൈസാണ് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. 439 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. അത് നിങ്ങൾ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് CNG വരുന്നുണ്ട്. CNG അല്ല, ഇത് പെട്രോൾ വേരിയന്റ് ആണ്. CNG ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 320 ലിറ്റർ ബൂട്ട് സ്പേസ് CNGനും ലഭിക്കുന്നുണ്ട്. LXI വേരിയന്റിൽ നമുക്ക് വീൽ കപ്പുകൾ വരുന്നുണ്ട്. VXIയിൽ കാണുന്ന സെയിം സിൽവർ ഫിനിഷിലുള്ള വീൽ കപ്പുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് 60-40 സ്പീഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട്. 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാഴ്സൽ ട്രേ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ചെയ്യാം. അത് കണക്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് ഇതിനകത്ത് വരുന്നില്ല. അത് വിക്ടോറിയസിന്റെ ഒരു വേരിയന്റിലും സ്പെയർ വീൽ കൊടുത്തിട്ടില്ല. പകരം പഞ്ചർ കിറ്റാണ് അഡീഷണലി
കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ലുക്ക്. ബാക്കിൽ വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ LXA ആൻഡ് VXA ഇന്റീരിയർ ലുക്ക് എക്സാക്ട്ലി സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അകത്ത് ആ ഒരു വൈറ്റ് ഗ്ലോസി ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് 3 ടോൺ കളറിൽ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ 3 ടോൺ കളറുകൾ കാണാം. ഇവിടെ ഒരു വൈറ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്നു, ഒരു ഓഫ് വൈറ്റ് എന്ന് പറയാം. പിന്നെ ആ ഒരു ഇവിടെ സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗണിന്റെ ഓപ്ഷൻ ഉണ്ട്. ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ LXAയിൽ വരുന്നില്ല. ഡോർ ഹാൻഡിൽസ് നമുക്ക് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം VXA തൊട്ട് ആണെങ്കിലും ടോപ്പ് എൻഡ് ആണെങ്കിലും ആ ഒരു സെയിം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാം. സ്പീക്കർ ആൻഡ് സ്പീക്കേഴ്സ് ഗ്രില്ല് സ്പീക്കേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്കിവിടെ ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. സീറ്റിലേക്ക് വരുമ്പോൾ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ LXA വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏകദേശം 15,000 രൂപ കൊടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് മാനുവൽ വേരിയന്റ് ആണ്, എന്നാലും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡെഡ് പെഡൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ഹുഡ് ഓപ്പൺ ചെയ്യാൻ, ഫ്യൂൽ ഹുഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട്, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം. എഞ്ചിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വേരിയന്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് സീറ്റുമേ എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. LXA വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഇത് ബേസ് വേരിയന്റ് ആണെന്ന് ആരും പറയില്ല. മാരുതി സുസുക്കിയിൽ നിന്ന് ഇതുവരെ ഇറങ്ങിയിട്ടുള്ളതിൽ മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ബേസ് വേരിയന്റ് ഈ ഒരു വിക്ടോറിയസിലെ LXA വേരിയന്റ് ആണ്. കാരണം അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടി ഫംഗ്ഷനിലായിട്ട് സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കും. സ്റ്റിയറിംഗ് വീൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ടിൽറ്റും ടെലസ്കോപ്പിക്കും വരുന്നുണ്ട്. ഇടതുവശത്തായിട്ട് നമുക്ക് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും വരുന്നില്ല. മൾട്ടി ഫംഗ്ഷനിലാണ് നമുക്ക് ഇവിടെ മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് വരുന്നുണ്ട്. അകത്ത് ആ ഒരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ VXA ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രൂസ് കൺട്രോൾ ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ ബ്രസയിലും നമ്മളുടെ ബലനയിലൊക്കെ കണ്ട സെയിം ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. ഒരു മാറ്റമില്ല. സ്പീഡോമീറ്റർ, RPM മീറ്റർ അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഡിസ്പ്ലേയിൽ തന്നെ ലഭിക്കും. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ആ ക്ലസ്റ്റർ യൂണിറ്റിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ബേസിക് ആയിട്ടുള്ള മീറ്റർ യൂണിറ്റ് ആണ്. VXAയിൽ കണ്ട സിമിലർ ആയിട്ട് തന്നെ അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് ഒരു സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം. മാരുതിയുടെ ഒരു ZXA വേരിയന്റിലൊക്കെ കണ്ടുവന്നിരുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റം ബേസ് LXA വേരിയന്റിൽ കൊടുത്തിരിക്കുന്നു. ആൻഡ്രോയിഡോടും ആപ്പിൾ കെയർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. 4 സ്പീക്കറും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2 ടേഴ്സ് വരുന്നില്ല. ഇതിനകത്ത് റിവേഴ്സ് ക്യാമറ വരുന്നില്ല, പകരം പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. റിവേഴ്സ് ക്യാമറ നിങ്ങൾക്ക് 5,000 രൂപ താഴെ കൊടുത്ത ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ AC കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ VXAയിൽ കണ്ട TPMS പോലെയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇതിനകത്തുനിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ ബാക്കി അത്യാവശ്യം വേണ്ട ഇൻഫർമേഷൻസ് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം നമുക്ക് ആ ഒരു സിൽവർ ടച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. താഴേക്ക് വന്നാൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ യൂണിറ്റ് ബേസ് വേരിയന്റിലും വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ, കൺട്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഇൻഡിക്കേഷൻസ് നമുക്ക് ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റിലാണ് ലഭിക്കുന്നത്. നമ്മളുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനിലാണ് ലഭിക്കുന്നത്. താഴേക്ക് വന്നാൽ ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് കൂടിയ മാരുതിയുടെ തനതായ കീ കൊടുത്തിരിക്കുന്നു. ഇവിടെ താഴെയായിട്ട് 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ടും ഒരു USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. VXAയിൽ കണ്ട സിമിലർ ഗിയർ ലിവർ തന്നെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കപ്പ് ഹോൾഡേഴ്സ്, കീ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെന്റർ ആംറെസ്റ്റ് ബേസ് വേരിയന്റ് തൊട്ടേ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കാണാം. സീറ്റ് നല്ല കംഫർട്ടായിട്ടുള്ള സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റ് തൊട്ട് വരുന്നുണ്ട്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ബേസ് വേരിയന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്പ്രിംഗ് ലോഡുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ്, മിറർ ഉൾപ്പെടുത്തിയിട്ടില്ല. മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. അകത്ത് റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ ബേസ് വേരിയന്റിൽ തന്നെ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും കാണാം. വേറെ കൂൾഡ് ഫീച്ചർ കാര്യങ്ങളും തന്നെ അതിനകത്ത് വരുന്നില്ല. ഇപ്പൊ നമ്മളുടെ ഗ്രാൻഡ് വിറ്റാരയുടെ ബേസ് സിഗ്മ വേരിയന്റ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ബേസ് വേരിയന്റ് ആണ് നമ്മളുടെ
ഈ വിക്ടോറിയസിൻ്റെ ഈ LXA വേരിയൻറ്റ്. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ബേസ് വേരിയൻറ്റും ഈ വിക്ടോറിയസിൻ്റെ തന്നെയാണ്. ഇനി ബാക്ക് യാത്രക്കാരെ കംഫർട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ഒരു 80 ഡിഗ്രിയിലൊക്കെ ഡോർ തുറക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ ഡോർ പാഡ് നമുക്ക് സോഫ്റ്റ് ടച്ച് കാണാം. ഇവിടെ എല്ലാം ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ്. പവർ വിൻഡോൻ്റെ കൺട്രോൾ, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം. ബാക്കിലേക്ക് AC വെൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ചാർജിങ് പോയിന്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കാണാനായിട്ട് പറ്റും. നമുക്ക് 3 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറെസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐസോഫിക് ചൈൽഡ് സീറ്റിൻ്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് റൂം കാണാനായിട്ട് പറ്റും. നല്ല അണ്ടർ തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ്. വളരെ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിലും നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 12 സെൻറ്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് പാർസൽ ട്രേ വരുന്നില്ല, അത് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലേക്ക് റീഡിംഗ് ലൈറ്റുകൾ 2 വശം വരുന്നുണ്ട്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാലും ആരും ഇതൊരു ബേസ് വേരിയൻ്റ് ആണെന്ന് പറയില്ല. അതാണ് ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വിക്ടോറിയസിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വിക്ടോറിയസിന് ലഭിച്ചിരിക്കുന്നത്. അത് അഡൾട്ട് സേഫ്റ്റിക്കും ചൈൽഡ് സേഫ്റ്റിക്കും 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെഗ്മെന്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് സേഫസ്റ്റ് കാറും നമ്മളുടെ വിക്ടോറിയസ് തന്നെയാണ്. പിന്നെ 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, 4 വീലിലേക്കും ഡിസ്ക് ബ്രേക്ക്, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. അങ്ങനെ ഈ ഒരു സെഗ്മെന്റിലെ വാഹനങ്ങളിൽ പ്രത്യേകിച്ച് ബേസ് വേരിയന്റിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് നമുക്ക് വിക്ടോറിയസിൽ ലഭിക്കും. അവിടെയും ഗ്രാൻഡ് വിറ്റാറയേക്കാളും ഒരു മുൻപന്തിയിലാണ് വിക്ടോറിയസ്. കാരണം ഇതിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ നമ്മുടെ ഗ്രാൻഡ് വിറ്റാറയിലൊക്കെ കണ്ട സെയിം എഞ്ചിൻ ഓപ്ഷൻ തന്നെയാണ് ഇതിനകത്തും കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബ്രസയിലെ കണ്ട സെയിം എഞ്ചിൻ നമ്മുടെ 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിനാണ്. 102 BHP ആണ് എഞ്ചിൻ തരുന്ന പവർ. 139 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസന്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയാം. വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രം. ബേസ് LXA വേരിയന്റിൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ഒന്നും തന്നെ വരുന്നില്ല. ഈ ബേസ് LXA വേരിയന്റിൽ നമുക്ക് CNGയും വരുന്നുണ്ട്. CNG 88 HP ആണ് പവർ വരുന്നത്. 121 Nm ടോർക്കും ഉൽപ്പാദിക്കുന്ന സെയിം എഞ്ചിൻ സ്പെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മൈലേജ് പറയുന്നത് ഏകദേശം 25 കിലോമീറ്റർ ഒക്കെയാണ്. റിയൽ ലൈഫിൽ നമുക്കൊരു 23-24 എക്സ്പെക്ട് ചെയ്യാം. പെട്രോളിലേക്ക് പോയി കഴിഞ്ഞാൽ പെട്രോളിന് മൈലേജ് 21.8 കമ്പനി ഇപ്പോൾ ക്ലെയിം ചെയ്യുന്നത്. ഒരു 15-16 ആവറേജ് ലഭിക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ സെഗ്മെന്റിൽ ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് CNG വരുന്നുണ്ട്. മോസ്റ്റ് ഫ്യൂവൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കാറും നമ്മളുടെ വിക്ടോറിയസ് തന്നെയാണ്. ഇനി ഈ ബേസ് LXA വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് 12,55,000 രൂപയ്ക്ക് ഈ ബേസ് വേരിയന്റ് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തേക്കാം. കാര്യം എക്സ്റ്റൻഡഡ് വാറണ്ടി കാര്യങ്ങളൊക്കെ വന്നു പുതിയൊരു പ്രൈസിലേക്ക് വരുമ്പോൾ ചെറിയൊരു പ്രൈസ് ഡിഫറൻസ് വന്നേക്കാം. എന്നാലും 12,55 നിങ്ങൾക്ക് ഈ വാഹനം എന്തായാലും ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞാൽ മാനുവൽ മാത്രമേ ഉള്ളൂ. ഇനി CNGയിലേക്ക് പോയി കഴിഞ്ഞാൽ CNGക്ക് 13,72,000 രൂപയാണ് ബേസ് LXA വേരിയന്റ് CNGക്ക് വരുന്നത്. ഇപ്പോൾ ഈ ബേസ് വേരിയന്റ് എടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് പുറത്ത് അലോയ്സ് ചെയ്യണമെങ്കിൽ അലോയ്സ് ചെയ്യാൻ നിയർ ബൈ 40,000 കോസ്റ്റ് വരും. ബാക്കിലെ ടെയിലൈറ്റ് കണക്ടഡ് ടെയിലൈറ്റ് ആക്സസറി ആയിട്ട് മാർക്കറ്റിൽ വരും. ഏകദേശം 10,000 എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഒരു 50 വന്നു. പിന്നെ നമ്മളുടെ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ ബ്ലാക്ക് കളറിലേക്ക് പെയിന്റ് ചെയ്യാനായിട്ടുള്ള ഒരു കോസ്റ്റ് ഒരു നിയർ ബൈ 3,000. ബാക്കിലെ ക്യാമറ ഒരു 5,000 താഴെ, പ്ലസ് ഫ്രണ്ടിലെ ഫോഗ് ലാമ്പ്, ഇത്രയും. അപ്പോൾ ഏകദേശം ഒരു 60,000 രൂപ അഡീഷണലി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ZXA വേരിയന്റിന്റെ ലുക്കിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ബേസ് വേരിയന്റ് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ല എങ്കിൽ ഇപ്പോൾ അലോയ്സ് വേണ്ട എങ്കിൽ വെറും 20,000 രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഇത് VXA വേരിയന്റ് സിമിലർ ലുക്കിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ വിക്ടോറിയസ് ആണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്, നിങ്ങളൊരു മാനുവൽ വേരിയന്റ് ആണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യേണ്ടത് ബേസ് LXA വേരിയന്റ് ആണ്. ഒരു കാരണവശാലും VXAയിലേക്ക് പോകരുത്. VXAയുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VXA വേരിയന്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹൈബ്രിഡും VXA വേരിയന്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കാര്യം LXAനേക്കാളും കൂടുതൽ ഇറങ്ങാൻ സാധ്യത ഉള്ളതും മിക്കവാറും VXA ആയിരിക്കും. കാര്യം ഇത്രയും എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷൻ അതിലുള്ളത് കൊണ്ട്. അപ്പോൾ 12 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ബേസ് വേരിയന്റ്, മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് കാർ അല്ലെങ്കിൽ ഒരു SUV എന്ന് നമുക്ക് വിക്ടോറിയസിനെ വിളിക്കാം. കാര്യം ഫീച്ചേഴ്സ് ചെറിയ ചെറിയ വാഹനങ്ങളിൽ ഇത് കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. പക്ഷെ ഇത്രയും വലിപ്പമുള്ള ഇത്രയും സൈസുള്ള ഒരു വാഹനത്തിൽ ഇത്രയും ഫീച്ചേഴ്സ് വിക്ടോറിയസിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. വിക്ടോറിയസിന്റെ ഏത് വേരിയന്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.